ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടോ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതോ കണ്ടോ, 92% ആൾക്കാർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എഫേർട്ടൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തൊക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടാണ്ടാവുമ്പോഴത്തേനും നമുക്കൊരു സങ്കടം വരത്തില്ലേ? അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതാ അന്നത്തെയും പോലെ ഒരു കുഞ്ഞു വ്ളോഗാണ്. നമ്മൾ രാവിലെ കുട്ടികളെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ട ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏട്ടന് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. ഒന്ന് രണ്ട് കോളൊക്കെ വിളിക്കാനുണ്ട്, മെയിലൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കറിക്കൊക്കെ മേടിച്ച് തന്നിട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഷർട്ട് ഞാൻ 2 തേച്ച് വെക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഷർട്ട് തേക്കണം കണ്ടപ്പോൾ എന്നോടൊരു കുട്ടി ചോദിച്ചു, ചേച്ചി എങ്ങനെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് ചെയ്യാമോ? ഞാൻ ഏതൊക്കെയോ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടോ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടടാ, ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. എന്നാലും ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താ നമ്മുടെ ഷർട്ടിൻ്റെ കോളറിൻ്റെ ആ ഒരു പോർഷനില്ലേ, അത് യോക്ക് എന്നാ പറയുന്നത്, അത് അവിടെ തേക്കുക. അതിനുശേഷം കോളർ തേക്കുക. പിന്നെ 2 കൈയും അപ്പുറവശവും ഇപ്പുറവശവും തേക്കുക. അതൊരു കൈയിൻ്റെ 2 സൈഡ് ഉണ്ടാവുമല്ലോ, നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേനും ആ 2 സൈഡ് നല്ല അസലായിട്ട് അങ്ങോട്ട് അമർത്തി തേച്ച് കൊടുക്കുക. കൈയാണ് കൂടുതൽ ഇങ്ങനെ മുട്ടൊക്കെ മടങ്ങുന്നത്. ഈ ഫുൾ സ്ലീവ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുടെ അടുത്താണ് കേട്ടോ പറയുന്നത്. ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഫുൾ സ്ലീവ് ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ കൈ നല്ല അമർത്തിയാണ് ഞാൻ തേക്കണത്. നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിൻ്റെ ഉൾവശം തേക്കുക. നെഞ്ചിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, ബട്ടൺ ഹോളും ഉള്ള 2 പോർഷൻ ഇല്ലേ, അത് നന്നായിട്ട് ഇതേപോലെ തന്നെ അമർത്തി തേക്കുക. നല്ല അമർത്തി തേക്കുമ്പോൾ തന്നെ ഷർട്ട് നല്ല ക്ലീൻ ആവും, നല്ല വടി പോലെയും. എന്നിട്ട് ഇതാ ഇങ്ങനെ 2 വശത്തു നിന്നും കൈയോട് ചേർത്തുള്ള ഭാഗം മടക്കി എടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാണ്ട് ഒന്നും കൂടി അങ്ങോട്ട് തേക്കുക. എന്നിട്ട് അങ്ങോട്ട് 3 ആക്കി മടക്കിക്കുക. ഇതാ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് കിട്ടത്തില്ലേ നമുക്ക്, അതുപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തേച്ച് മടക്കി എടുക്കാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഷർട്ട് മടക്കി ഹാങ്കറിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തട്ടി ഇവിടെ തട്ടി ഷർട്ടിലും അഴുക്കായി. എന്തിനാ പിന്നെ ആ പണിക്ക് നിൽക്കട്ടെ, ഇങ്ങനെ തേച്ചിട്ട് അലമാരിലേക്ക് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിന് എടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പം നിങ്ങളും തേക്കാൻ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ തേച്ചോളൂ കേട്ടോ. മറ്റേ തേപ്പല്ല, ഈ തേക്കല്ല കേട്ടോ. അപ്പം എന്താ കുറച്ച് ദിവസമായി നമ്മളെല്ലാവരും സങ്കടത്തോടെ കാണുന്ന ഒരു വാർത്തയാണ് ഷിരൂരിലെ അർജുൻ്റെ മിസ്സിങ് അല്ലേ. അപ്പം ഞങ്ങളും അത് എപ്പോഴും TV വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം അതാണ് നോക്കുന്നത്. ആ കുടുംബം എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും. ഇപ്പം കേരളം മൊത്തം ഇത് അറിയുന്ന വാർത്ത അറിയുന്ന ജനങ്ങളെല്ലാവരും ആ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എങ്ങനെയാണോ തരുന്നതെന്ന് നമുക്കറിയില്ല, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നല്ലൊരു റിസൾട്ടിന് വേണ്ടി, നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം അതങ്ങനെ ന്യൂസ് കാണുകയാണ്. നമുക്ക് സങ്കടമാണല്ലേ, നമ്മുടെ ഇടയിലുള്ള ഒരാളെ പോലെയായി ഇപ്പം നമുക്ക് അദ്ദേഹം. കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, പക്ഷെ എന്നാലും അങ്ങനെയാണ് മനുഷ്യരെന്ന് പറയുന്നത്. അങ്ങനെയാണ്, കണക്റ്റഡാണ് നമ്മൾ, പ്രത്യേകിച്ചും മലയാളികൾ. അപ്പോൾ ഞാൻ രാവിലെ അലക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ എനിക്കൊരു മണ്ടത്തരം പറ്റി. പിന്നെ മണ്ടത്തരങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ നമ്മുടെ ജീവിതം. അതായത് ഞാൻ അലക്കാനൊക്കെ വെച്ചപ്പോഴത്തേനും നല്ല വെയിലായിരുന്നു. ഇങ്ങനെ തുണിയൊക്കെ നനച്ചെടുത്ത് വെച്ചപ്പോഴത്തേനൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ അങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം ഇല്ലാത്ത മഴ. അപ്പോൾ എൻ്റെ അലക്കൽ അന്ന് അവിടെ ക്ലോസ് ആയി. പിന്നെ ഞാൻ വൈകുന്നേരം എപ്പോഴാണ് ഒന്ന് കുത്തിത്തിരുമ്മി വേഗം എടുത്ത് ഊരി പിഴിഞ്ഞൊക്കെ വെച്ചത്. ഈ നനച്ച് വെച്ചതിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് അലക്കാന്ന് ഓർത്തിട്ടാണ് ചെയ്തത്. പക്ഷെ അരമണിക്കൂറല്ല, ഞാൻ അങ്ങോട്ട് ഇത് ചെയ്തു. കിച്ചണിലേക്ക് ചെന്ന് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഓർത്തരുമ്പോ നമ്മുടെ ഫ്രണ്ടിലെ ഡ്രസ് വർക്ക് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ്. ഞാൻ എന്ത് ഇപ്പം ഇങ്ങനെ വെയിൽ കണ്ടല്ലേ ഉള്ളൂ, ഇത് ഇവിടെ നിന്ന് ഈ മഴ നോക്കിയപ്പോഴത്തേനും എന്താ മഴ അങ്ങനെ ഇടിച്ചു കുത്തി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എൻ്റെ അലക്കൽ അവിടെ കഴിഞ്ഞു. നനച്ച് വെച്ചത് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ കൂടുതലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ മറ്റേ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയുക, വാഷിംഗ് മെഷീനിലൊക്കെ യൂസ് ചെയ്യുന്ന ലിക്വിഡില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. സോപ്പ് പൊടി ഉപയോഗിക്കില്ല എന്നല്ല കേട്ടോ, ഉപയോഗിക്കും. പക്ഷെ കൂടുതലും ഇപ്പോൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാൻ മാത്രമല്ല, ഏട്ടനുണ്ട്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞു കറി മേടിച്ച് തന്നിട്ട് പൊക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി റെഡിയായി മാർക്കറ്റിലൊക്കെ പോകണം എന്ന് പറഞ്ഞപ്പോഴത്തേനും മേടിച്ചൊക്കെ തരാടാന്ന് പറഞ്ഞ് പോവാണ്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും കടലക്കറിയാണ്. പുട്ടിൻ്റെ കൂടെ കടലക്കറി അടിപൊളിയാണല്ലേ, അത് ഒരു സൂപ്പർ ടേസ്റ്റാണ്. ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ കടലക്കറി ഞാൻ പാല് പിഴിഞ്ഞിട്ടാണ് വെച്ചത്. അപ്പോൾ എന്തേ ചേച്ചി രാവിലെ ഇത് ഉണ്ടാക്കുന്ന ഇതിട്ടില്ല എന്ന് ചോദിക്കുക. രാവിലെ എൻ്റെ മോൾക്ക് ഒരു TP ഉണ്ട്, ഇന്ന് ഒരു യൂണിറ്റ് ടെസ്റ്റ് പേപ്പർ ഉണ്ട്. യൂണിറ്റ് ടെസ്റ്റ് അല്ല, ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവൾ ഇരുത്തി പഠിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ
ട്രൈപോഡ് സ്റ്റാൻഡൊക്കെ ഇട്ട് മൊബൈലൊക്കെ ഇട്ടൊന്നും ഇറങ്ങിയില്ല. അപ്പോൾ അവരൊക്കെ പോയ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാന്നുള്ളതിൽ ഒക്കെ റെഡിയാക്കി സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഞാൻ ഈ ഇടിച്ചടിച്ച് പൊട്ടിക്കുന്ന എന്താണെന്നറിയാമോ? ശർക്കരയാണ് കേട്ടോ. കാരണം നമ്മുടെ പള്ളിയിൽ പെരുന്നാളാണ്, വലിയ പെരുന്നാളല്ല, കുഞ്ഞു തിരുനാളാണ്. 2 ദിവസത്തെ നമ്മുടെ പള്ളിയിലെ വിശുദ്ധൻ സെയിൻറ്റ് ജേക്കബാണ്, എൻ്റെ ഇടവകപ്പള്ളിയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ നമ്മൾ അവിടത്തേക്ക് ജേക്കബ്, സന്ധ്യാവ്, ജെയിംസ് എന്നൊക്കെ പേരുള്ള ആൾക്കാർ ഉണ്ണിയപ്പം നേർച്ചയായിട്ട് കൊടുക്കും. നമ്മുടെ ഫാമിലിയിൽ ആർക്കും ജേക്കബ് അങ്ങനെയുള്ള പേര് കാര്യങ്ങളില്ല. ജോർജ്, നെൽസൺ അങ്ങനെയൊക്കെയാണ് അപ്പൂപ്പന്മാരുടെ പേരൊക്കെ. ജോസി, ഔസേപ്പ് എന്നൊക്കെയാണ്. പക്ഷെ എന്നാലും അപ്പൂപ്പൻ്റെ പേര് സന്ധ്യാവ് എന്നാണ്. അപ്പോൾ മരിച്ചുപോയി എന്നാലും നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് യാക്കോബ് സ്ലിഹായുടെ മറ്റൊരു പേരാണ് സന്ധ്യാവെന്ന് എന്നാണ് പറയണത്. അപ്പം ഞാൻ എന്തായാലും പള്ളിയിലേക്ക് പോകണം. അപ്പം നേർച്ച കൊടുക്കാൻ വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കരയോട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഏട്ടൻ ആമസോണിൽ നിനക്കൊരു സാധനം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണെന്ന് ഓർത്തിട്ട് കിട്ടുള്ള. പിന്നെയാണ് ഞാനിവിടെ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നമ്മുടെ വോൾ ഹുക്കില്ലേ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റോട് കൂടിയിട്ടുള്ളത്. അപ്പം അതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. എനിക്കൊരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ പയ്യെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും വിലയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്താ ഒരു 100 രൂപയുടെ കുറവുണ്ട് ശരിക്കുള്ള പ്രൈസ്. 100 രൂപ 150 രൂപയ്ക്കൊക്കെ കുറവുണ്ട്. ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കണ്ടത് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ പോലെ ഉണ്ട്. നമുക്കത് പൊളിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫിക്സഡ് ആയിട്ട് ഭിത്തിയിൽ ഒട്ടിക്കാം. അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങും. ഇതിൻ്റെ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ കട്ടിയുള്ള ടവലൊക്കെ നമുക്ക് ഇങ്ങനെ കൊരുത്തിടാന്ന്. അറിയില്ല, ഞാൻ ചെയ്ത് നോക്കട്ടെ. എനിക്ക് വലിയ വെയിറ്റുള്ള സാധനം തൂക്കിയിടാനൊന്നും അല്ല, എന്നാലും ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ, വെയിലുണ്ട് മഴയുണ്ട്, കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ നമ്മൾ പണ്ട് പറയണ പോലെ നല്ല മഴ പുറത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് രക്ഷയില്ല. അപ്പം ഞാൻ ഓർത്തു ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാം, അലക്കൽ മാറ്റി വയ്ക്കാമെന്ന് ഓർത്തു. അപ്പം ഏട്ടൻ മീനൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. മീൻ മേടിച്ച ശേഷം ഞാൻ പിന്നെ പറയാം കേട്ടോ, കുറച്ചധികം ഉണ്ട് പറയാനായിട്ട്. അപ്പോഴേക്കും നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ എന്താണെന്നോ ഏത്തപ്പഴം ഇട്ടിട്ടാണ്. ചെറുപഴം ഇട്ടാൽ അടിപൊളിയാണ് കേട്ടോ. ചെറുപഴം ഒത്തിരി ഇട്ട് ഇങ്ങനെ നൂല് പോലെ ഇരിക്കും, പക്ഷേ ഏത്തപ്പഴം ഇട്ടാൽ സൂപ്പറാണ്. അപ്പോൾ ഏത്തപ്പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ അരിഞ്ഞിടുന്നുണ്ട്. അതിന് പുറകിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. എനിക്ക് ആദ്യം ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പഞ്ചസാര ഇട്ടിട്ട് ഇലക്കിട്ട് പൊടിച്ചിട്ട് പഴം ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ എങ്ങനെ ചെയ്താലും നമുക്കിതെല്ലാം ഒരേപോലെ തന്നെയാണ് അരഞ്ഞു കിട്ടുന്നത്. അത് നമ്മൾ പറയില്ലേ, എങ്ങനെ തിന്നാലും വായിലേക്ക് തന്നെയല്ലേ പോണേ, വയറ്റിലേക്ക് തന്നെയല്ലേ പോണേ. അപ്പം ഞാൻ പഞ്ചസാരയും ഏത്തപ്പഴവും ഏലക്ക എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടു. അപ്പോൾ ഏലക്ക എടുത്തപ്പോഴാണ് എന്നോടൊരു കുട്ടി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയിലുള്ളൊരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഏലക്കയുടെ തൊലി എടുക്കരുത്, ഭയങ്കര വിഷമടിച്ച് വരണ സാധനമാണ്, അതൊന്നും ഒഴിവാക്കൂ ചേച്ചി അങ്ങനെ ഇടുന്നത് കാണുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തോല് ഞാൻ കളഞ്ഞിട്ട് ഉള്ളിലുള്ള ആ ഒരു മുത്തു പോലത്തെ കായില്ലേ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിൽ അരയാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഗോതമ്പ് പൊടി, മൈദപ്പൊടി, പിന്നെ പുട്ടുപൊടി ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ നേർച്ചയ്ക്കുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ നേർച്ചയായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പള്ളിയിലേക്ക്. എല്ലാവരും കൊണ്ടുവരും, മിക്ക ആൾക്കാരും ഒത്തിരി പേരുണ്ടായിരുന്നു പള്ളിയിലേക്ക് നേർച്ച ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്. അപ്പം നമുക്ക് സന്തോഷമാണല്ലോ കുട്ടികളായിട്ട് ഇങ്ങനെ പോയിട്ട് പള്ളിയിലേക്കൊക്കെ കൊടുക്കുമ്പോഴത്തേനും ദൈവത്തിന് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എന്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിൻ്റെ മൂന്നിലൊരു ഭാഗം വേണ്ട കേട്ടോ, കുറച്ച് മതി, മൈദ എടുത്തിട്ടുണ്ട്. 4/1 ഭാഗം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പുട്ടുപൊടിയില്ലേ അതിട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്രേ ഉള്ളൂ. അപ്പം ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് ഞാൻ വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കി അതിൻ്റെ എല്ലാം ഈക്വലാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നമ്മുടെ ഇതിലെ പഴവും പഞ്ചസാരയും അതുപോലെ തന്നെ ഏലക്കയും കൂടിയൊക്കെ അരച്ചു വെച്ചിട്ടുള്ള ആ കൂട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇനി കൂടിപ്പോകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പഴം ഞാൻ ഒരു ഏത്തപ്പഴം വലുതിട്ടല്ലോ, പക്ഷെ അത് കറക്റ്റായിരുന്നു കേട്ടോ. ഇത്രയും പൊടിക്ക് അത് കറക്റ്റായിരുന്നു. ഒരു 2 കപ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഗോതമ്പ് പൊടി. ഏകദേശം ഒരു കണക്കാണ് പറയണത്, ഞാനെല്ലാം കൈക്കണക്കിലാണ് ചെയ്യണത്. അപ്പോൾ ഒരു ഏകദേശം ഒരു കണക്കാണ് കേട്ടോ പറയണത്. എന്നാലും സാധനം സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എന്നിട്ട് ആ പഴത്തിൻ്റെ കൂട്ടിട്ടു, പിന്നെ നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര അരിച്ചിട്ടു. പിന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി വെച്ചിട്ട് ഒന്ന് കുലുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ്റ്റോ
നമുക്ക് പെട്ടെന്ന് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ റെഡിയാക്കണം എന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ഈസ്റ്റോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ ചേർക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ ഒരു 9:30 മണിയായപ്പോഴത്തേനും ഞാൻ 9:30 10 മണിയായപ്പോഴത്തേനും ഇങ്ങനെ കലക്കി വെച്ചു. പക്ഷേ എനിക്കത് വൈകിട്ട് 3 മണി 2:30 മണി നേരത്തൊക്കെ മതി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടിച്ചെടുത്ത മിക്സിയുടെ ജാറോ ഇതൊക്കെ കഴുകാനുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, കുറേ നേരം മഴയുണ്ടായിരുന്നു. അപ്പം പിന്നെ മഴയൊക്കെ തോർന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഫാമിലിയിലെ ഒരു കുട്ടി എപ്പോഴും അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല, എപ്പോഴും പറയും ചേച്ചി മത്തി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കുമോ, ചാള ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കുമോ എന്ന്. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം എന്തായാലും ചെയ്ത് കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഏട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മളത് ചെയ്യാണ്ടിരിക്കണത് ശരിയല്ലല്ലോ. അപ്പം നമുക്കിതാ മത്തി ഞാൻ വെട്ടാണ്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വലിയ കാര്യമായിട്ട് എന്നും ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നില്ല, പക്ഷെ തുടക്കക്കാർക്ക് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെല്ലാവരും ആ ഒരു തുടക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഒരു സത്യം പറഞ്ഞാൽ ഒരു മീൻ പോലും ഒരു ചെമ്മീൻ പോലും ക്ലീൻ ചെയ്യാൻ അറിയാണ്ട് കല്യാണം കഴിച്ചു പോയ ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഒരു തുടക്കക്കാർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എന്നെ പോലെ നിങ്ങളെല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇങ്ങനെയാണ് എളുപ്പത്തിൽ മത്തി ക്ലീൻ ചെയ്യണത്. എനിക്ക് കത്തിയും വേണം കത്രികയും വേണം, എന്നാലേ എനിക്കൊരു തൃപ്തി ആവുള്ളൂ. ആദ്യം ഞാൻ ഇങ്ങനെ എടുത്തിട്ട്, ഇത്തിരി വലിയ മത്തിയാണ് കേട്ടോ, തലയുടെ ഭാഗം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെ 2 സൈഡിലെയും അതുപോലെ തന്നെ അതിൻ്റെ അരികത്തേക്ക് ചെതുമ്പല് നന്നായിട്ട് കത്തി കൊണ്ടിങ്ങനെ വടിച്ചു കളയും. ചെറു ചൂടുവെള്ളത്തിലിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഈ മീനൊന്നും അങ്ങനെ ചെറു ചൂടുവെള്ളത്തിലിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കരിമീനൊക്കെ ആണെങ്കിൽ പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ചെയ്യും. ഇതിപ്പോൾ സാധാരണ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യണത്. ചെതുമ്പലൊക്കെ കളയുക. അതിനുശേഷം കത്രിക എടുത്തിട്ട് അതിൻ്റെ സൈഡിലുള്ള കൊച്ചു കൊച്ചു ചിറകുകൾ ഉണ്ടാവും, അതെല്ലാം നന്നായിട്ടൊന്ന് ഇതേപോലെ മീൻ വെട്ടുന്ന കത്രിക കൊണ്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. പിന്നെ വീണ്ടും കത്തി എടുത്തിട്ട് അതിൻ്റെ ചെകിള് ഇങ്ങനെ പൊളിച്ചു കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ ഈ തല മുഴുവനായിട്ട് കളയില്ല, ചെകിള് ഇങ്ങനെ പൊളിച്ചിട്ട് ഉള്ളിലുള്ളത് മാത്രം ക്ലീൻ ചെയ്തെടുക്കും. ഞങ്ങളുടെ ഇവിടെ തല കളയും, ഞാൻ കളയും. അതിനുശേഷം ഉള്ളിൽ നിന്ന് ഇങ്ങനെ അഴുക്ക് വലിച്ചെടുക്കും. എന്നിട്ട് ഉള്ളുവശം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതായത് നമ്മൾ മീനൊക്കെ പൊള്ളിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം, തലയോട് കൂടിയിട്ട്. ചെകിള കളയും, പക്ഷെ തലയും കണ്ണും കൂടിയിട്ടുള്ള വശത്തോട് കൂടിയിട്ടാണ് നമ്മൾ മീൻ പൊള്ളിക്കുമ്പോൾ, ചാളയൊക്കെ പൊള്ളിക്കുമ്പോൾ എടുക്കണത്. പക്ഷെ നമുക്കിപ്പോൾ കറി വെക്കാനല്ലേ. അപ്പം ഞാൻ അതിൻ്റെ പക്ക് ഇങ്ങനെ സൈഡ് കൊണ്ട് മുറിച്ച് അതിൻ്റെ തലയും മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊരു കത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ളൊരു കറുപ്പുണ്ടാവും, ആ കറുപ്പ് ഇങ്ങനെ വടിച്ച് കളയുക. കൈ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അറപ്പൊന്നും വിചാരിക്കേണ്ടത്, എല്ലാവരും നമ്മൾ കഴിക്കുന്ന സാധനമാണ്. ഇത് ക്ലീൻ ചെയ്തതിന് നമ്മൾ അറപ്പ് വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വാലുമേ ഗോപുരം വേണ്ട കേട്ടോ ജിഫിയെ, അത് അങ്ങോട്ട് വെട്ടിക്കോ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഭംഗിക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ വെട്ടിയപ്പോൾ ഏട്ടൻ പറഞ്ഞു അത് കൊള്ളില്ല, അപ്പോൾ കാണാൻ രസമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വെട്ടിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കത്തി കൊണ്ട് പയ്യൊന്ന് വടിച്ചെടുക്കുക. അതിൽ മുട്ടയുണ്ടാവും, പിന്നെ പലഞ്ഞിലുണ്ടാവും, അങ്ങനെയാണ് ഇവിടെ പറയണത്. അപ്പം അതൊന്നും കളയണ്ട കേട്ടോ. അതൊക്കെ ഇഷ്ടമില്ലാച്ചാണെങ്കിൽ അത് വേറെ മാറ്റിയിട്ട് അത് മാത്രം വറുത്തെടുത്ത് കഴിക്കാം. അങ്ങനെയാണ് ഞാൻ മീൻ വെട്ടുന്നത്. അപ്പോൾ ഇതെന്നോട് ചോദിച്ചിട്ടുള്ള നമ്മുടെ ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ, ഓക്കെ ആണോ, ഇങ്ങനെ മതിയോ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയ മീനിലെല്ലാത്തിലും നമുക്ക് മുട്ടയുണ്ടായിരുന്നു, പഴഞ്ഞിലുണ്ടായിരുന്നു, അത്യാവശ്യം ടേസ്റ്റുള്ള ചാളയായിരുന്നു കിട്ടിയത്. ഇനി ഇത്രയും മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യുന്നത്. എന്തായാലും മീനാകുമ്പോഴത്തേനും നല്ല ഉളുമ്പ് മണം ഉണ്ടാവും, ഭയങ്കര പച്ച മണം ഉണ്ടാവും. അപ്പം നമുക്കത് മാറണമെങ്കിൽ ഒരു 3-4 വട്ടം നമ്മൾ ഇങ്ങനെ വെറും വെള്ളത്തിൽ ടാപ്പ് വാട്ടറിൽ 3-4 വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുക. ഒത്തിരി അമർത്തി ഒത്തിരി അലമ്പിയൊന്നും കഴുകരുത്, ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് കഴുകിയെടുക്കുക. അതിനുശേഷം ഒന്നെങ്കിൽ വിനാഗിരി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ആ ഒരു പകുതി ചെറുനാരങ്ങ, ഇതിപ്പോൾ ഒരു ഏകദേശം 1 കിലോ ചാളയുണ്ട്. അപ്പം ഞാനൊരു പകുതി ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു കുരു ചാടിപ്പോയി, ആ കുരു വേണ്ട കേട്ടോ, കുരു എടുത്ത് കളഞ്ഞോളൂ, അതിൻ്റെ വയറിനുള്ളിലൊക്കെ കയറിയിരുന്ന് നമ്മൾ അറിയത്തില്ല. അപ്പം അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് നല്ല ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് അടിപൊളി, പൊടിയുപ്പാണെങ്കിലും അഴുക്കും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പൊയ്ക്കോളും. ടേസ്റ്റ് അല്ല, ആ ഒരു പച്ച ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ പൊയ്ക്കോളും. എന്നിട്ട് ആ പാത്രം ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അലമ്പി എടുക്കുക. പയ്യെ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് കാണിച്ചെടുക്കുക. അമർത്തി ഒന്നും തേക്കേണ്ട ആവശ്യമില്ല,
വേക്കേണ്ട മീനുകളൊക്കെ വേറെയാണ്. ഇതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതില്ല. അപ്പോൾ അതൊരെണ്ണം ചാടിപ്പോയി പിടിച്ചകത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. പുറത്ത് ഇപ്പോഴും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തൊന്നും ബാക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടിട്ടാണ് ഞാൻ കിച്ചണിലേക്ക് തിരിച്ചു കയറി വന്നത്. കണ്ടോ എന്തോരം അഴുക്കുണ്ടെന്ന് നോക്കിക്കേ. നന്നായിട്ട് നമ്മൾ ഇതേപോലെ 3-4 വട്ടം അങ്ങനെ പിന്നെയും പച്ചവെള്ളത്തിൽ കഴുകുക. ഉള്ളിൽ എന്തെങ്കിലും അഴുക്ക് കാണുകയാണെങ്കിൽ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സകലമാന അഴുക്കും പോയി കിട്ടും. ഏറ്റവും അവസാനം നിറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കഴുകി ആ വെള്ളം ഊറ്റിക്കളയാം. ദാ മീൻ നല്ല സായിപ്പൂട്ടനെ പോലെ ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് മീൻ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇത് സാധാരണ ഞാൻ വെക്കണ പോലെ തന്നെയാണ്. തേങ്ങ അരച്ചൊഴിച്ചിട്ടാണ് വെക്കണത്. പച്ചമുളക്, ഇഞ്ചി, ചെറിയുള്ളി, വേപ്പില ഇടുക. തേങ്ങ നമുക്ക് ഇച്ചിരി മുളകും അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഉപ്പിടുക, ആവശ്യത്തിന് നമ്മുടെ കുടംപുളി ഇട്ട് കൊടുക്കുക. വാളംപുളി പിഴിഞ്ഞൊഴിച്ച് കറി വയ്ക്കുന്നവരുണ്ട്. ഞാനിവിടെ കുടംപുളിയാണ് യൂസ് ചെയ്യുന്നത്. കോമൺ ആയിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു മീൻകറി വെക്കാൻ ടേസ്റ്റ് കുടംപുളിയാണെന്ന് തോന്നുന്നു. അറിയില്ല ഇനി അതിലും ടേസ്റ്റാണോ വാളംപുളി വെച്ചിട്ടുള്ള കറിക്കെന്ന് എനിക്കറിയില്ല. നാപ്പ് കുഴയണം. അതിനുശേഷം ഞാൻ കുറച്ച് മീൻ മാറ്റി വെച്ച് വരഞ്ഞ് വെച്ചിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടു, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. ചില സമയത്ത് ഉപ്പ് മഞ്ഞൾ മാത്രം ഇട്ടിട്ട് അങ്ങോട്ട് പുരട്ടി വയ്ക്കും. അപ്പം അങ്ങനെ കഴിക്കാൻ ഇഷ്ടം തോന്നും. ഇപ്പം എനിക്കിതാ ഇങ്ങനെ കഴിക്കാനാണ് തോന്നുന്നത്. പലപ്പോഴും നമ്മൾ വീട്ടമ്മമാരുടെ ഇഷ്ടത്തിനാണല്ലേ കറികളുടെ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കുക ഇല്ലേ. ഇപ്പം ചാളക്കറി വെക്കണമെന്ന് വീട്ടിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിയൽ വെക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിലാണല്ലോ ആ കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഞാൻ കുറച്ച് വേപ്പിലയും കൂടി പിച്ചിട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടിയെടുക്കുകയാണ്. ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തരി അരപ്പ് പോലും ഞാൻ കളയില്ല കേട്ടോ. അതെല്ലാം മീൻ്റെ വയറിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് നല്ല ഫേഷ്യൽ ഇത് നല്ല കുട്ടപ്പനാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. എന്നിട്ട് രാത്രി ചോറിനണ നേരത്തെ അല്ലെങ്കിൽ ഉച്ചക്ക് ചോറിനണ നേരത്തെ വറുത്തെടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേനും നമ്മുടെ മീൻ കറിയുടെ അരപ്പ് അവിടെ നല്ല അസലായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഈ ചാള പയ്യൊന്ന് പിഴിഞ്ഞിട്ട് വേണം. പിഴിയാന്ന് പറഞ്ഞാൽ തുണി പിഴിയണമല്ലോ, പിഴിയാനല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നമുക്ക് കൊടുത്തിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് അവിടെ ഇരുന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിനെന്താ ഒരാളില്ലേ മീനിൻ്റെ തലയും മേടിച്ചിട്ട് വന്നിരിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വര, മീനിൻ്റെ തല എന്ന് പറയുമ്പോൾ ഞാനത് ക്ലീൻ ചെയ്യണോ, എങ്ങനെ ഇരിക്കും എനിക്കൊരു ടെൻഷനായി. അപ്പം നോക്കിയപ്പോഴത്തേന് മുറിച്ചിട്ടാണ് മേടിച്ചിട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ ക്ലീൻ ചെയ്ത് എനിക്ക് തന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പയ്യെ തപ്പി നിന്നിരുന്നത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനിൻ്റെ തലക്കറി, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൊണ്ടുവന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കൊണ്ടുവരലും സിങ്കിലേക്ക് വെക്കലും ക്ലീൻ ചെയ്യലും ഒന്നിച്ചായിരുന്നു. അങ്ങനെ ആൾ ചാള മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും അവിടെ വലിയൊരു കേരയുടെ തല ഇരിക്കണ കണ്ടു. അങ്ങനെയാണ് അത് ക്ലീൻ ആക്കി അവിടെ നിന്ന് മേടിച്ചിട്ട് വന്നത്. അപ്പം ഞാൻ മീൻ തല എങ്ങനെയാണ് മുളകിട്ട് വെക്കണേന്ന് കാണിച്ചു തരാം. തല എന്ന് പറയുമ്പോൾ അങ്ങനെ അപ്പാടെ തലയല്ല കേട്ടോ. ഒരു കഷ്ണങ്ങളായിട്ട് മാംസവും അതുപോലെ തന്നെ കട്ടി കൂടിയ മുള്ളൊക്കെ കൂടിയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ കുറച്ച് ഉലുവ പൊട്ടിച്ചിട്ട് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ വേപ്പില, ചെറിയുള്ളി ഇത്ര ഇട്ടുക. ചെറിയുള്ളി കുറച്ച് അധികം ഇട്ടുള്ളൂ, എന്നാലേ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വരട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പം നമ്മുടെ ചാളക്കറി ഞാൻ അപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ വേപ്പിലയും കൂടി ഇങ്ങനെ ഞരടിയൊക്കെ ഇട്ടിട്ടുണ്ട്, തൂകിയും ഞരടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ കറിക്ക്. മീൻകറിയുടെ ടേസ്റ്റ് കൂടാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ബാക്കിയുള്ള കുട്ടമരമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ പൊടിയോ കാര്യങ്ങളോ ഒന്നും നമ്മളിതിൽ ചേർക്കാനുള്ള. നമ്മളുടെ കറികളുടെയൊക്കെ ഒരു രുചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മീനാണെങ്കിലും അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കും. മസാലക്കുത്ത് വളരെ കുറവായിരിക്കും. അപ്പോഴേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ച മണമൊക്കെ മാറി വരുമ്പോഴത്തേനും കുടംപുള്ളി തിരുമ്മി വെച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുടംപുള്ളി ഇടണോട്ടൊപ്പം തന്നെ. അപ്പം അതിലേക്ക് കുടംപുള്ളി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതാണ് കേട്ടോ കഷ്ണം. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലല്ലോ. ഇങ്ങനെയാണ് മീനിൻ്റെ തല വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നത്. ഇതൊക്കെ നല്ല മാംസങ്ങളാണ് കേട്ടോ. കൂടുതലും മുള്ളും മാംസവും കൂടി ചേർന്നിട്ടാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കൊടുക്കാനായിട്ട്. കാരണം വലിയ മുള്ളുകളാണ്, ഇങ്ങനെ വീതിയുള്ള മുള്ളുകളാണ്, എല്ല് പോലെയൊക്കെ ഇരിക്കുന്ന മുള്ളുകളാണ്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമ്മളിതാ ഈ തിളച്ച് വന്ന അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അധികം വേവൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തിളച്ചാൽ മതി. നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. കുറച്ച് കപ്പപ്പുഴുക്കും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ
അടിപൊളിയാണ്. അപ്പം ഞാൻ എന്താ എനിക്കപ്പോൾ 2 ദിവസത്തേക്ക് സുഖമായിന് വേറെ കറിയൊന്നും വെക്കേണ്ട. നമ്മുടെ മത്തിക്കറിയും ഉണ്ട്, അതുപോലെ തന്നെ കേരയുടെ തല കറി വെച്ചതുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇത്രയ്ക്കും മത്സ്യസമ്പത്തോ മത്സ്യസമ്പത്തൊക്കെ ചട്ടിയിലാണെന്ന് മാത്രമേ ഉള്ളൂ കറിയുടെ രൂപത്തിൽ. അപ്പം അതെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്താ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വന്നു. അരി ഇട്ടിട്ടാണ് കഴുകിയിട്ടിട്ടാണ് കഞ്ഞിക്കിട്ടിട്ടാണ് പോയി കുളിച്ചിട്ട് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴത്തേനും നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കണ്ടേ, നമുക്ക് പള്ളിയിൽ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ട്യൂഷനില്ല. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ട്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുട്ടികളെ വിളിക്കാൻ പോകുന്നതിന് മുപ്പാട് തന്നെ, എൻ്റെ മക്കളെ വിളിക്കാൻ പോകുന്നതിന് മുപ്പാട് തന്നെ നമ്മൾ ഉണ്ണിയപ്പം കുറച്ച് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തു. അവർക്കും ചായക്ക് കുറച്ച് ഉണ്ണിയപ്പം കൊടുക്കണം, പള്ളിയിലേക്കും കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എന്താ നെയ്യിൽ കുറച്ച് കശുവണ്ടി അല്ല കേട്ടോ, കപ്പലണ്ടിയും കുറച്ച് നമ്മുടെ കറുത്ത എള്ളും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒന്നും ഇടാണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. ആ മാവപ്പാടെ വെറുതെ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നേർച്ചയാണല്ലോ, ഒന്ന് കഴിക്കുമ്പോൾ ഒന്നിങ്ങനെ മറ്റുള്ളവരാണല്ലോ കഴിക്കുന്നത്, അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റോടെ ആയി കൊള്ളാലോ, ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ ഉണ്ടല്ലോ, കപ്പലണ്ടിയൊക്കെ ഉണ്ടല്ലോ, തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ എന്നൊന്ന് പറയുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കപ്പലണ്ടിയും കുറച്ച് എള്ളൊക്കെ കൂടിയിട്ടിട്ടാണ് ഞാൻ ആ കൂട്ട് റെഡിയാക്കി എടുത്തത്. എന്നിട്ട് ഞാൻ എന്താ നല്ല വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തത്. നേർച്ച വിഭവമാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം വന്ന് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഇത് ഞാൻ പുണ്യാളനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കിയതാണ്. എൻ്റെ മക്കൾക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണല്ലോ, ദൈവത്തിന് കൊടുക്കണമല്ലോ. നമ്മൾ എന്തോരം അനുഗ്രഹങ്ങളാണ് നമുക്ക് തരുന്നത്. അപ്പം ഞാൻ മക്കളെയൊക്കെ വിളിച്ചിട്ട് വന്നു. ഞാൻ റെഡിയായിട്ട് തന്നെയാണ്, കുളിച്ച് കഴിഞ്ഞ് റെഡിയായിട്ട് തന്നെയാണ് കുട്ടികളെ വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കിനി വേറെ ഡ്രസ്സൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉണ്ണിയപ്പം മാത്രമല്ല കുറച്ച് ഫ്രൂട്ട്സും കൂടി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ കുറേ നേരം നിൽക്കണമെന്ന്, പള്ളിയിലെ പെരുന്നാളല്ലേ, പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് എനർജറ്റിക് ആയിട്ട് നിന്നോട്ടെ. അങ്ങനെ ഉണ്ണിയപ്പമൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഞാൻ പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉണ്ണിയപ്പം പൊതിഞ്ഞെടുത്തത് നല്ല വാട്ടിയ വാഴയിലാണ്. ഇവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും കുട്ടികൾ സ്കൂളിൽ വിശേഷമൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവർക്കൊന്ന് ചായ വേണ്ടാന്ന്, ഫ്രൂട്ട്സ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോഴത്തേനും പറഞ്ഞു. എനിക്കറിയാം പച്ചക്കറിയോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ആണെങ്കിലും പറയും, ഇങ്ങനത്തെ പഴം എന്തെങ്കിലുമൊക്കെ പറയും ചായ വേണ്ടാട്ടോ അമ്മ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ ഇട്ടില്ല. അപ്പോൾ അത് അവരവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പം ഞാൻ പള്ളിയിലേക്ക് പോകാൻ റെഡിയായ ശേഷം 2 പൊതി നമ്മുടെ 2 പേരുടെയും കയ്യിൽ കാഴ്ചവെപ്പിന് ഇങ്ങനെ കൊടുക്കണം. അന്നയുടെ കയ്യിലും ചോക്കൂട്ടിൻ്റെ കയ്യിലും ഓരോ പൊതി 2 പേർക്കും. അപ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ പൊതിഞ്ഞ് 2 പൊതിയായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പള്ളിയിലേക്ക് പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കൂടി അതിനുശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. രാത്രിയായി വീട്ടിലേക്ക് വന്നപ്പോഴട്ടോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അവന് ഇവിടെ നിന്ന് പള്ളി വരെ പൊതി കയ്യിൽ നിന്ന് മാറ്റിയിട്ടില്ല, ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ പള്ളിയുടെ രാത്രിയുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും കാഴ്ചവയ്പ്പും കുർബാനയും പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത്. ഒത്തിരി സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ പള്ളിയിലൊക്കെ വരുമ്പോൾ. കണ്ടു മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. വലിയ പെരുന്നാൾ ഇതിലും അടിപൊളിയാണ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാം. പക്ഷെ ഇത് ജനുവരിയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്ളോഗൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.